എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങൾ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? പരസ്യമല്ലാതെ. ഇപ്പോഴേ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ. അതല്ലാതെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൈക്കൂലിയായിട്ടാണ്. അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ. അല്ലാതെ, പരസ്യമായിട്ടല്ലാതെ, പരസ്യത്തിലല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റല്ല. അല്ല, അത് പറയട്ടെ, അത് പറയട്ടെ. അതേത് മാധ്യമമാണ്? അത് പറയട്ടെ, പറയട്ടെ. മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കലല്ലേ. അല്ല, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പറയട്ടെ. നമ്മൾ പരസ്യം വായിക്കാറുണ്ട്. പരസ്യം വായിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പരസ്യം വായിക്കാതെ എങ്ങനെ കാശ് കൊടുക്കാൻ അന്വേഷിക്കുന്നു. തെളിവുണ്ടോ? അല്ല, ഞാൻ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പോൾ ഞാൻ തെളിവ് ഹാജരാണ്. അല്ല, മറ്റു അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ എങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ചതുപോലെ ദേശത്തിന് പറയുന്നത്? ഏത് അഴിമതി ആരോപണം തെളിയിക്കാൻ എല്ലാ ആരോപണങ്ങളും തെളിയിക്കും. ഒരെണ്ണം പറയും. എല്ലാ ആരോപണങ്ങളും തെളിയിക്കും. മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൊതുവെ നാണക്കേടല്ലേ ഇങ്ങനെ പറയുന്നത്? മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം. ചോദ്യം കൃത്യമാണ്. അതിന് ഉത്തരം പറയട്ടെ മുഖ്യമന്ത്രി. എന്നാൽ ഞാൻ ബാക്കി മുഖ്യമന്ത്രിയുടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടല്ലേ? കിസ് പ്രോഗ്രാം ഒന്നും അല്ലല്ലോ. അങ്ങനെ ചോദിക്കുന്നു, മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അല്ലെ, ഒരു തെളിവ് വേണ്ടേ? ഇന്ന് ഇപ്പൊ മാധ്യമങ്ങളെ കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തി താങ്കളുടെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല. അത് ഞാൻ മറുപടി പറയാം. അത് തന്നെയാണ് തിരിച്ചും പറയാം മുഖ്യമന്ത്രി പറയാൻ പോകുന്നത്. താങ്കളുടെ ചോദ്യം അപ്പൊ ഞാൻ തെളിവ് ഹാജരായിക്കോളാം.